വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ ബാധയെ തുടർന്ന് പ്രവാസികളുടെ വിയോഗത്തിൽ വിതുമ്പുകയാണ് നാട് മുഴുവനും. സൗദിയിൽ മണിക്കൂറുകൾക്കിടയിൽ 2 പ്രവാസികളാണ് കൊറോണ ബാധിച്ച് മരിച്ചത്. അതും നമ്മുടെ സ്വന്തം മലയാളികൾ. എന്നാൽ ഇവരുടെ മരണവാർത്ത ഏറെ നൊമ്പരമായി തീരുകയാണ്. മരിക്കുന്നതിന് മുന്നേ തന്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം ഏറെ നൊമ്പരമായി മാറിയിരിക്കുകയാണ്. സൗദിയിൽ കോവിഡ് ബാധിച്ചു മരിച്ച സഫ്വാൻ മരണത്തിന് തൊട്ടുമുമ്പ് രോഗവിവരം വിശദീകരിച്ച് സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തേക്ക് വന്നത്. 2 ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും കുറവില്ലെന്ന് ഓഡിയോ സന്ദേശത്തിൽ സഫ്വാൻ പറയുന്നുണ്ട്. കുറച്ചു ദിവസമായി തലവേദനയും പനിയുമുണ്ട്. കൂടാതെ ഇപ്പോൾ ശ്വാസം മുട്ടലുമുണ്ടെന്നും തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നുമാണ് സുഹൃത്തിനോട് വിവരിച്ചത്. സഫ്വാന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പണിപാളിയെന്നാണ് തോന്നുന്നത്. തലവേദനയും പനിയും തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ആശുപത്രിയിൽ കാണിച്ച് രക്തവും മൂത്രവും പരിശോധിച്ചു. ഒരാഴ്ചത്തെ മരുന്ന് കുടിച്ചു. ഷിഫ അൽ ജസീറയിൽ കാണിച്ച് എക്സ്റേ എടുത്തു. മരുന്നും കുടിച്ചു. എന്നിട്ടും ഒരു കുറവുമില്ല. 2 ദിവസമായിട്ട് ശ്വാസം മുട്ടലുമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് മലപ്പുറം തിരൂരങ്ങാടി ചെമ്മാട് സ്വദേശി നടമ്മൽ പുതിയകത്ത് സഫ്വാൻ റിയാദിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. റിയാദിൽ ടാക്സി ഡ്രൈവറായിരുന്നു സഫ്വാൻ. 10 ദിവസം മുമ്പാണ് ഇയാൾക്ക് പനി ബാധിച്ചത്. തുടർന്ന് 5 ദിവസമായി റിയാദിലെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സഫ്വാന് ഹൃദയ സംബന്ധമായ മറ്റ് രോഗങ്ങളും ഉണ്ടായിരുന്നതായാണ് ബന്ധുക്കൾ അറിയിച്ചത്. അസുഖങ്ങൾ കാരണം ആശുപത്രിയിലാണെന്നായിരുന്നു ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്ന വിവരം. മരണശേഷമാണ് കോവിഡ് സ്ഥിരീകരിച്ചെന്ന വിവരം നാട്ടിലെ ബന്ധുക്കൾ അറിഞ്ഞത് തന്നെ. സന്ദർശക വിസയിൽ മാർച്ച് 8-ന് റിയാദിലെത്തിയ ഭാര്യ ഖമറുന്നിസ ഒപ്പമുണ്ടായിരുന്നു. ഇവരും ഇപ്പോൾ നിരീക്ഷണത്തിലായിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.